ഗായത്രി, അവള് പിന്നെ. നമസ്കാരം. ആ എന്താ ഇങ്ങോട്ട് വന്നേ? ബാങ്ക് ലോണോ മറ്റോ ആണെങ്കിൽ അത് ഓഫീസിൽ നിന്ന് സംസാരിച്ചാൽ മതി. വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. അല്ല, ഞാനൊരു വേളിക്കാര്യം സംസാരിക്കാനാ വന്നത്. സാറിന്റെ മകൾക്ക് വേണ്ടി. എന്റെ അനന്തരവനാണ് ആലോചന. ആർക്ക്? ശ്രീക്കോ? അതെ, ശ്രീരാജിന് തന്നെ. ജാതകപ്പൊരുത്തം കൊള്ളാം, നല്ല ചേർച്ചയാ. നാരായണ സാർ എന്തോ ഒന്നും മിണ്ടാത്തേ? അല്ല, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ? അല്ല വേണ്ട, ചായ ഇപ്പൊ ആരാണ് കഴിക്കുന്നത്? സംഭാരമായാലെന്താ? ആയിക്കോട്ടെ. ആ ഗായത്രി, സംഭാരം കൊണ്ടുപോ. ഓ, അപ്പൊ ഇതിനാണ് അവളുടെ ജാതകം വാങ്ങിയതല്ലേ? പൊരുത്തം നോക്കിയിട്ട് പറയാന്ന് കരുതി. നല്ല പൊരുത്തം. ആഹാ. പിന്നെ എന്ത് പൊരുത്തം? ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടില്ലേ, ജാതക പൊരുത്തത്തെക്കാൾ ശ്രേഷ്ഠം മനപ്പൊരുത്താണെന്ന്. അവന് കുട്ടിയെ നന്നായി ബോധിച്ചു. ഇനി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാ. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാ. ശ്രീരാജിനെ പോലെ ഒരാളെ കിട്ടുമെന്ന് അവിടെ ഭാഗ്യമല്ലോ. അല്ല, കുട്ടിയുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അറിയിച്ചാ മതി. അതിപ്പോ ഞങ്ങൾ അഭിപ്രായം കഴിഞ്ഞിട്ടുള്ളേ. അത് ശരിയാ, എല്ലാ നല്ല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാ. മാത്രമല്ല, ശ്രീയെപ്പോലൊരു ചെക്കന് ഏത് പെൺകുട്ടിയാ വേണ്ടാന്ന് വെക്ക. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അവരെയും കൂട്ടി ഇങ്ങ് വരാം. ഉച്ച തിരിഞ്ഞ് വല്ല അസൗകര്യം ഉണ്ടോ? എന്താ സൗകര്യം? നാളെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. സംഭാരം അസലായി. മോളെ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. വൈകിട്ട് നീ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ലേ? എനിക്കാരും കാണണ്ട. അല്ല, നീ ഒന്ന് കണ്ടിട്ടെന്ത്? അമ്മയ്ക്കും തുടങ്ങിയോ കുഴപ്പം? ആരും വരണ്ട എന്നെ കാണാൻ. വരണ്ടാന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് കൊള്ളാം. മോളി പയ്യനത് കണ്ടു നോക്ക്. നല്ല പയ്യനാ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാശുകാരാ. അതുപോട്ടെ, നല്ല സ്വഭാവം, ആവശ്യത്തിന് വിദ്യാഭ്യാസം, അതിലുപരി കാണാൻ സുന്ദരനാ. ആര് കണ്ടാലും കുത്തിക്കൊണ്ടു പോകും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാളെ നീ കാണാൻ പോവല്ലേ, കാണുമ്പോ നീ അന്തിച്ച് നിൽക്കും. വളർത്തു ദോഷം അല്ലാതെന്താ? എന്താ, എന്റെ തെറ്റാണോ? അല്ല, എന്റെ തെറ്റാണ്. നീ ഇതോടെ പോന്നു? ഓഫീസിലേക്ക്. അവരിന്ന് നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞല്ലേ? എന്നെ ആരും കാണണ്ട. മോളെ, വീട്ടിൽ വരുന്നവരെ നീ അപമാനിക്കരുത്. വരണ്ടെന്ന് പറഞ്ഞാ പോരെ? അതിന് 100 കാരണങ്ങൾ പറയേണ്ടി വരും. നീ ഒന്ന് വന്ന് കാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞൊഴിയാമല്ലോ. ശരി, ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാ പിന്നെ ഒരാളും ഇതിനെ പറ്റി ചോദിക്കരുത്. ഓക്കെ? ശരി, നീ അകത്തേക്ക് പോ. എനിക്കൊരു അർജന്റ് വർക്കുണ്ട്. ഓഫീസിൽ പോയി ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് വരാം. അത് പിന്നെ എന്താ, വിശ്വാസമില്ലേ? വരാന്ന് പറഞ്ഞില്ലേ? ആ ശരി ശരി, ഉച്ചക്കെത്തണം. അവർ നേരത്തെ വരുമെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ എന്നെ പുറകെ പോകണ്ട. അത് മതി ഇനി ഒരു വഴക്കുണ്ടാവാൻ. ഈശ്വര, അവളുടെ മനസ്സ് മാറ്റി തരണേ. അയ്യോ, എന്ത് പറ്റി നിത്യ? വയറ് വേദനിക്കുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് വിടും.
ഉണ്ടോ? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്ന് പെട്ടെന്ന് പോട്ടെ ചേട്ടാ. എനിക്കിപ്പോ ആശ്വാസമുണ്ട്. നമുക്ക് പോവാം. ഏയ് വെറുതെ റിസ്ക് എടുക്കണ്ട. എന്താ പ്രശ്നം നമുക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കാം. എങ്കിൽ നിങ്ങൾ പൊക്കോളൂ. ഓഫീസിൽ ലേറ്റ് ആവണ്ട. ഞാൻ പൊക്കോളാം. ഏയ് ഞാനും കൂടെ വരാം. ഇവര് പോയിക്കോട്ടെ. വേണ്ട, ഞാൻ വിളിച്ചോളാം എന്റെ അച്ഛനെ. എങ്കിലും താൻ തനിച്ച്. പേടിക്കേണ്ട, ആൾ മാനേജ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ബൈ. ഓക്കെ, ഡോക്ടറെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. എത്ര നേരമായി വിളിച്ചിട്ട്? എവിടെ പോയി കിടക്കായിരുന്നു? റെഡി ആയിട്ട് വരണ്ടേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് ആരെങ്കിലും കാണും. നമുക്ക് എവിടെയെങ്കിലും പോവാം. എന്താ? ആദ്യമായിട്ടാ നിത്യ ബൈക്കിൽ കയറുന്നേ. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു റൊമാൻസ്. വണ്ടി എടുക്ക്. എവിടെ പോവാം? എങ്ങോട്ടെങ്കിലും പോവാം. പാർക്കിൽ പോയാലോ? പാർക്കിലും ബീച്ചിലൊന്നും പോകണ്ട. അച്ഛൻ വരാത്ത എവിടേക്കെങ്കിലും. എന്താ? തന്റെ അച്ഛനെങ്ങാനും പുറകെ വരുന്നുണ്ടോ നോക്കിയതാ. കളിച്ചോണ്ടിരിക്കാതെ വേഗം പോ. ഒരു സ്ഥലമുണ്ട്, പക്ഷെ കുറച്ച് ദൂരെയാ. ദൂരെയാ നല്ലത്. വണ്ടി എടുക്കുക. ഇറങ്ങിക്കോ. ഇപ്പൊ വരാം. ചേട്ടാ, 2 ലേസ്, പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഒരു ബോട്ടിൽ വെള്ളവും. കിരൺ, അത്രയൊക്കെ മതി. ഒരു 1/2 ലിറ്ററിന്റെ പെപ്സിയും കൂടെ. എത്ര ചേട്ടാ? 280. 280. ഒരു കുർക്കുറയും എടുത്തോ. ഇപ്പൊ എത്രയായി? 300. 300. ദാ. നിനക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാലേ? ഞങ്ങൾ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അധികം ആളുകളുടെ ശല്യമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഫോറസ്റ്റ് ഗാർഡ്സ് കണ്ടാ ഓടിച്ചു വിടും. അപ്പൊ ഇത് ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ? ഏയ്, ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ദേ ആ കാണുന്ന കൊടും കാടാ. എന്തൊരു ഭംഗിയാലേ. ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തൂടെ? ലൈക്ക് ബോട്ടിംഗ്, ട്രെക്കിംഗ്, അങ്ങനെ എന്തൊക്കെ ചെയ്യാം. എന്തായാലും വന്ന സ്ഥലം കൊള്ളാം. നിന്റെ മൂടാകെ ചേഞ്ച് ആയല്ലോ. നീ എന്തിനാ നേരത്തെ ടെൻഷനായത്? അച്ഛൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പുതിയ അലയൻസ്. അച്ഛൻ സീരിയസ് ആയി പ്രൊസീഡ് ചെയ്യാം. ഇന്ന് വൈകിട്ട് അവർ വരും എന്നെ കാണാൻ. വെറുതെ ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോവില്ല.
അച്ഛന്റെ സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പായി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ എന്തിനാ ഓടി ഒളിക്കുന്നേ? രജിസ്റ്റർ മാരേജ് ചെയ്യാം. അച്ഛന്റെ മുന്നിൽ തന്നെ ധൈര്യമായിട്ട് ജീവിക്കാം. എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്ത് പറയാനാ? ഇതിലേതായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാത്ത അതല്ല, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കോൺഫിഡൻസ് ഒക്കെ തീർന്നു. നീ വിചാരിച്ച നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയില്ല? അത് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അച്ഛൻ ഭയങ്കര അഡമന്റാ. നിന്നെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, അങ്കിള് കൊണ്ടുവരുന്ന ആളെ നീ ഒന്ന് കണ്ടു നോക്ക്. എന്തിന്? എനിക്ക് പറ്റില്ല. ആദ്യം ഞാൻ പറയുന്ന കേക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ കുറെ തവണയാവുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും മതിയാവും. പിന്നെ ഒറ്റ മോളായതുകൊണ്ടാ അവർ നിന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺഡ് ആവുന്നത്. എങ്കിലും നിന്റെ സന്തോഷം അച്ഛൻ നോക്കില്ലേ? ഈ കാണുന്ന ബഹളമൊക്കെ ഉള്ളൂ. നിന്റെ അച്ഛൻ വെറും ശുദ്ധനാ. നീ എന്താണ് ഇത്രയ്ക്ക് പാവമായത്? അച്ഛൻ പറഞ്ഞ പോലെ നിന്നേക്കാളും സുന്ദരനായ ഒരാളെ കണ്ട് ഞാൻ മയങ്ങിയാലോ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? അതൊരിക്കലും സംഭവിക്കില്ല. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആ കാണുന്ന ഐലൻഡിൽ ഞാനും നീയും മാത്രം. ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര രസായിരിക്കും. അതിനിവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ കുറച്ച് റൊമാൻറ്റിക് ആവ്. ചുറ്റും വെള്ളം, നടക്ക് നീയും ഞാനും മാത്രം. ഓ, ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഏയ്, എങ്ങോട്ട് പോവാ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഏയ് കിരൺ, ഇവിടെ വാ. എന്താ നോക്കുന്നേ? ദേ കിട്ടി, വാ. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ, നമുക്ക് ഇതിക്കരി അങ്ങോട്ട് പോവാം. നല്ല ചങ്ങാടവാ, ആരും കാണാതിരിക്കൊണ്ട് ഒളിപ്പിച്ചിട്ടേക്കാ. വേഗം വാ. ഇത് പിടിക്കേ, നമുക്കിത് വെള്ളത്തിൽ ഇറക്കാം. പെട്ടെന്ന് വാ. ധൈര്യമായിട്ട് കയറിക്കോ, എനിക്ക് നീന്തൽ അറിയാം. അതിന് എനിക്കറിയില്ലല്ലോ. ഇവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ. വലിയ ധൈര്യശാലിയല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു പേടി? വാ, കേറ്. വാ, വന്നോ. കൈ പിടിച്ചോ. ആ, കേറ്. ആ. ഒരുപക്ഷെ ഈ ഐലൻഡിൽ കാലുകുത്തുന്ന ആദ്യത്തെ ആളുകൾ നമ്മളായിരിക്കും അല്ലേ? നല്ല തണുപ്പല്ലേ? പരസ്പരം സ്നേഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഈ സൗന്ദര്യം ആസ്വദിക്കാനാവില്ല അല്ലേ?
ലേറ്റ് ആയ അങ്കിൾ ടെൻഷൻ ആവില്ലേ? പോകണ്ട നമുക്ക്. കുറച്ചു നേരം കൂടി ഇരിക്കാം. ഒരു റൊമാൻറ്റിക് സ്പോട്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും?